ജൂൺ ആദ്യവാരം സ്കൂൾ തുറക്കുമ്പോഴേക്കും സ്കൂൾ ബാഗും നോട്ട്ബുക്സും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ വാങ്ങാനുള്ള തിരക്കിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ കുട്ടികൾക്ക് സുരക്ഷിതമാണോ? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. മൈഗ്രെയിൻ രോഗികൾക്കും മറ്റ് അസുഖങ്ങളുള്ളവർക്കുമൊക്കെ ധാരാളം വെള്ളം കുടിക്കണമെന്ന് ഞാൻ OPയിൽ വരുന്ന പേഷ്യൻസിനോടും എൻ്റെ മറ്റു വീഡിയോകളിലൊക്കെയും പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലുകൾ സേഫ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരു വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും അതിൻ്റെ സുരക്ഷിതത്വം. ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ നമ്മുടെ കുട്ടികൾക്കും നമുക്കുമൊക്കെ ഉപയോഗിക്കാൻ സുരക്ഷിതമാണോ എന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ കോസ്റ്റ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കേണ്ടത്. താഴെ വീണാൽ പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടെ വാങ്ങേണ്ടി വരുമോ? പിന്നെയുള്ളത് കഴുകാനുള്ള എളുപ്പം. ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്ടർ ബോട്ടിൽ കഴുകിയില്ലെങ്കിൽ അത് ഇൻഫെക്ഷന് തന്നെ കാരണമായേക്കാം. പിന്നെയുള്ളത് ഇക്കോ ഫ്രണ്ട്ലി ആണോ? എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കുമ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ഘടകങ്ങൾ അനുസരിച്ചായിരിക്കണം നമ്മൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ആണ്. ഇത് പല തരത്തിൽ, പല ഷേപ്പിൽ, പലതരം അടപ്പുള്ളത്, സിപ്പർ ഉപയോഗിച്ച് വലിച്ചു കുടിക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് വിധം വാട്ടർ ബോട്ടിലുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സുരക്ഷിതമായിട്ടുള്ള വാട്ടർ ബോട്ടിലാണോ എന്ന് തീരുമാനിക്കുന്നത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ അടിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു അടയാളം ഉണ്ടാവും. റീസൈക്കിളിൻ്റെ ചിഹ്നമാണിത്. ഇതിൽ 1 മുതൽ 7 വരെയുള്ള നമ്പറുകൾ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 3 അല്ലെങ്കിൽ 7 ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെയുള്ളത് 1 എന്ന നമ്പർ അപ്പോഴുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കുന്നവയാണ്, അതുകൊണ്ട് അതും ഒഴിവാക്കുക. 6 എന്ന നമ്പറും കുട്ടികൾക്ക് സുരക്ഷിതമല്ല. ഈ 3ഉം 7ഉം ഒക്കെ ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണം, ഇതിൽ ബിസ്ഫിനോൾ A എന്ന പദാർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഈസ്ട്രജനോട് സാമ്യമുള്ളതിനാൽ ഇത് ശരീരത്തിനുള്ളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ബിസ്ഫിനോൾ A അടങ്ങിയ വാട്ടർ ബോട്ടിലുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. ചില വാട്ടർ ബോട്ടിലുകളിൽ തന്നെ BPA ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ 2, 4, 5 ഈ നമ്പറുകൾ ഉള്ളവയാണോ തിരഞ്ഞെടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കഴുകാൻ എളുപ്പമുള്ള, അതിൻ്റെ അടപ്പിൻ്റെ അവിടെ നല്ല വലിപ്പമുള്ള, വ്യാസമുള്ള വാട്ടർ ബോട്ടിൽ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ളത്, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിനേക്കാൾ സുരക്ഷിതമായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ടോ? സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നമുക്കുള്ള മറ്റൊരു ഓപ്ഷൻ. സ്റ്റീൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ 18-8 ഈ സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും അളവനുസരിച്ചിട്ടാണ് ഈ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റീല് എപ്പോഴും പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും സേഫ്റ്റി ഫാക്ടർ കൂടുതലാണ്. രാസവസ്തുക്കളുടെ പ്രവർത്തനം ഇതിൽ സംഭവിക്കാത്തത് കൊണ്ട് വെള്ളത്തിൻ്റെ ടേസ്റ്റും അങ്ങനെ കാര്യമായിട്ട് മാറാറില്ല. ചെറിയ വാട്ടർ ബോട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്, എന്നാൽ അത് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയില്ല. ഒരു 1/2 ലിറ്റർ വാട്ടർ ബോട്ടിലൊന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്ക് കുടിക്കാൻ തികയുകയുമില്ല. അതുകൊണ്ട് വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ 1 ലിറ്റർ ബോട്ടിലെങ്കിലും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ ഗ്ലാസ് വാട്ടർ ബോട്ടിലാണ്. ഈ ഗ്ലാസ് വാട്ടർ ബോട്ടിൽ മുതിർന്ന ആളുകൾക്ക് ഓഫീസിലും മറ്റും കൊണ്ടുപോകാൻ നല്ലതാണെങ്കിലും ചെറിയ കുട്ടികൾക്ക് അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ സുരക്ഷാ ഫാക്ടറിനെ സംബന്ധിച്ചിടത്തോളം രാസവസ്തുക്കൾ വെള്ളവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ നമ്മുടെ ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഉടഞ്ഞു വീണാൽ കൈയും മറ്റും മുറിയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ വളരെ സുലഭമാണ്, ഇതിൻ്റെ വിലയും കുറവാണ്, കുട്ടികൾക്ക് കൊണ്ടുപോകാൻ എളുപ്പവുമുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിയിലുള്ള ട്രയാങ്കിളിൽ ഏത് നമ്പറാണോ എന്ന് എഴുതിയിരിക്കുന്നത് നോക്കി വേണം നമ്മൾ വാട്ടർ ബോട്ടിൽ തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ സേഫ് ആണ്. പക്ഷേ സ്റ്റീൽ വാട്ടർ ബോട്ടിലിൻ്റെ മൂടി തുറക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉള്ളത് കൂടി ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും കൂടി നോക്കി വേണം നമ്മൾ വാട്ടർ ബോട്ടിലുകൾ വാങ്ങിക്കാൻ. പിന്നെയുള്ളത് ലഞ്ച് ബോക്സ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യവും. 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്.
സ്റ്റീൽ പാത്രങ്ങൾ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ പേരെഴുതി കൊണ്ടുപോകലായിരുന്നു പണ്ടത്തെ പതിവ്. അപ്പോൾ ഈ സ്റ്റീൽ പാത്രങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ളത്. പക്ഷേ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ലഞ്ച് ബോക്സുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇത്തരം ലഞ്ച് ബോക്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലെ ത്രികോണ ചിഹ്നം നോക്കുക, അതിൻ്റെ ഉള്ളിലെ നമ്പറും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫീസിലേക്കും മറ്റും ചോറ് കൊണ്ടുവന്നവർ വളരെ സേഫായിട്ട് ഗ്ലാസ് ബോട്ടിൽസും ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ലഞ്ച് ബോക്സ് തിരഞ്ഞെടുക്കുമ്പോഴും ഉള്ളിലുള്ള ചെറിയ ചെറിയ പാത്രങ്ങൾ നന്നായി കഴുകാൻ പാകത്തിനുള്ളവ വാങ്ങാനും ശ്രദ്ധിക്കുക. ബ്രഷ് ഉപയോഗിച്ച് സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന അഴുക്ക് നമുക്ക് വളരെ വേഗം എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്ന തരം ലഞ്ച് ബോക്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടറുകൾ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ സുരക്ഷിതത്വമുണ്ടോ, അതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ്, എപ്പോഴും ഇത് വാങ്ങേണ്ടി വന്നാൽ അതിൻ്റെ വില എങ്ങനെയായിരിക്കും, പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ടോ, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കയ്യോ കാലോ മറ്റോ മുറിയാൻ സാധ്യതയുള്ള ഗ്ലാസ് ബോട്ടിൽസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. സ്റ്റീൽ വാട്ടർ ബോട്ടിലുകളായിരിക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ളത്. വാട്ടർ ബോട്ടിലുകളെയും ലഞ്ച് ബോക്സിനെയും പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ. സ്കൂൾ തുറക്കുമ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ പോകുന്നവർ പ്രത്യേകം ഇത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക.